എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കേരള കാത്തലിക് ഇടുക്കി രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി അക്രമങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക, നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുക, വനവിസ്തൃതി വ്യാപന നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പൈനാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വനാതിർത്തിയിൽ തന്നെ വന്യമൃഗങ്ങളെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പല റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒക്കെ രൂപീകരണം നടത്തിയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അതിന്റെ ഫലം അനുഭവിക്കുന്നില്ല? എവിടെ ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി ആനമതിൽ പണിയുമെന്ന് നിങ്ങൾ പറഞ്ഞു. ആ മതിൽ എവിടെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ അധിവസിക്കുന്ന മനുഷ്യന്റെ ജീവന് വിലയുണ്ടാകണം. ഈ ഇടുക്കി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസും ഇടുക്കി രൂപതയും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പമാണ്. അതിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിജോ ഇലന്തൂർ, മറ്റ് ഭാരവാഹികളായ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ഫാദർ ജിൻസ് കാരക്കാട്ട, ഫാദർ ജോസ് കരിവേലിക്കൽ, ഫാദർ എബ്രഹാം പുറയാറ്റ്, ഫാദർ ജോസ് പ്ലാച്ചിക്കൽ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ജീവിക്കാനുള്ള മൗലിക അവകാശം, സ്വത്ത് സംരക്ഷിക്കാനുള്ള മൗലിക അവകാശം, അതൊന്നും നടക്കുകയില്ല. ഇവിടെ സ്കൂള് വേണ്ട, ഇവിടെ കോളേജ് വേണ്ട, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ട, ഇവിടെ ഫാക്ടറികൾ വേണ്ട. ഇവിടെയുള്ള മനുഷ്യർ എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്നാണോ ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത്? അടുത്തിടയ്ക്ക് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി. വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ മനുഷ്യർ ജീവിക്കുന്നത് മനുഷ്യന്റെ മൗലികാവകാശ ലംഘനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ കളക്ടറോട് ചോദിക്കുകയാണ്, ഈ ജില്ലയിലെ മറ്റ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ്, എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.